ദൃശ്യം 3 ജോർജ് കുട്ടിയുടെ മൂന്നാമത്തെ വരവ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാണാത്ത എല്ലാവരും ചോദിക്കുന്നത് ദൃശ്യം 1ന്റെ അത്ര വരുമോ, ഈ ഫസ്റ്റിൻ്റെ അത്ര വരുമോ എന്നൊക്കെയാണ്. ഒറ്റ വാക്കിൽ പറയാനുള്ളത്, ദൃശ്യം 1 പോലത്തെ ഒരു സാധനം എന്താണെങ്കിലും ഇനി വരില്ല. അതൊരു വൺ ടൈം വണ്ടർ ആണല്ലോ. പിന്നെ മാത്രമല്ല, ഈ ദൃശ്യം 1 ഇത്രയധികം ഹിറ്റാവാനൊക്കെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഞാൻ +1 പഠിക്കുമ്പോൾ 2013 ദൃശ്യം ഫസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാലും, നമ്മൾ അതിൻ്റെ ട്രെയിലറും പോസ്റ്ററൊക്കെ കാണുമ്പോഴും നമ്മളെല്ലാവരും വിചാരിച്ചത് അതൊരു സാധാരണ മോഹൻലാലിൻ്റെ ഒരു ഇവിടം സ്വർഗ്ഗമാണ് പോലത്തെ ഒരു ഫാമിലി ഫീൽ ഗുഡ് പടം എന്ന് വിചാരിച്ചാണ് നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ആൾക്കാർ. അപ്പോൾ അന്ന് നമുക്കറിയില്ല ഇത് ഇങ്ങനത്തെ ഒരു പടം നമ്മൾ അറിഞ്ഞേണ്ടല്ലോ കയറുന്നത്. സാധാരണ ഒരു പടം എന്ന് വിചാരിച്ച ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ടാണ് കയറുന്നത്, ഒട്ടും ഹൈപ്പില്ലാണ്ട് അങ്ങനെയാണ് കയറുന്നത്. എന്നിട്ട് പടം ആദ്യത്തെ 10 മിനിറ്റ് കഴിയുന്നു, 20 മിനിറ്റ് കഴിയുന്നു. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരു ഫാമിലി ഡ്രാമയായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ടുവേർഡ്സ് ഇന്റർവെല്ലിൽ നിന്നാണ് പടം മാറുന്നത്. ഇന്റർവെല്ല് കഴിഞ്ഞ് ടുവേർഡ്സ് ക്ലൈമാക്സ് വരെ ഇങ്ങനെ പടം സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് വേറെ പടമാണ്, ഇത് നമ്മൾ ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. ഇതുവരെ ആയ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിൽ അതിൻ്റെ കണ്ടന്റിലൊക്കെ ആണെങ്കിൽ ഇതുവരെ നമുക്ക് കാണാത്തൊരു പരിപാടിയാണ്. ഇത് വേറെ മാതിരി പടമൊന്ന്, ഇതാണ് ദൃശ്യം എന്ന് നമുക്ക് മനസ്സിലാകുന്ന അങ്ങനെയാണ്. പിന്നെ ദൃശ്യം 2 വന്നാലും 3 വന്നാലും പിന്നെ ദൃശ്യം എന്താന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത 3 വരുമ്പോഴും എല്ലാവരും അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു എക്സ്പെക്റ്റേഷനും ഹൈപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒറ്റ വാക്കിൽ ദൃശ്യം 3 എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചാൽ കൊള്ളാവുന്ന ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവർ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കൊള്ളാവുന്ന ഒരു നല്ലൊരു സിനിമയാണ് ദൃശ്യം 3. പിന്നെ അതിൻ്റെ ഒരു പേസിങ്ങിൻ്റെ കാര്യം എനിക്ക് തോന്നിയത്, ദൃശ്യം ഈ തേർഡ്, ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ നമുക്കറിയാം ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് പടം വെച്ചേക്കുന്നത്, കറക്റ്റ് പേസിങ്ങിൽ. അതായത് ഇപ്പോൾ ദൃശ്യം 1 എക്സാമ്പിളായിട്ട് തന്നെ ഞാൻ പറയാം. ഇപ്പോൾ 1 ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് കഥ ഇങ്ങനെ പോകുന്നു, സെക്കൻഡ് ഹാഫ് മുതൽ ടുവേർഡ്സ് ക്ലൈമാക്സ് വരെ ഈ ത്രില്ലർ പരിപാടികൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടാണ് പടം പോകുന്നത് ഭയങ്കര. പക്ഷേ ഇപ്പോൾ ഈ 3ലേക്ക് വന്നാൽ 3 എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പതുക്കെ വലിച്ചാണ് വെച്ചേക്കുന്നത്. അതായത് പടം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ബിൽഡ് ചെയ്ത് ഇന്റർവെൽ ബ്ലോക്ക് ആകുമ്പോൾ ഒരു ക്യാരക്ടർ തന്നെ ഉണ്ട്. അത് ഒരു വലിയ സ്പോയിലറാണ്. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് അവസാനത്തെ ഒരു 30 മിനിറ്റ് ആണ് ഇതിലെ ഈ ത്രില്ലർ പരിപാടികൾ. ടുവേർഡ്സ് ക്ലൈമാക്സ് വരെയുള്ള ആ ഒരു ഈ ജിത്തു ജോസഫിന്റെ പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ദൃശ്യത്തിന്റെ പരിപാടി, ആ ത്രില്ലർ പരിപാടികളൊക്കെ കിടക്കുന്നത് അവസാനത്തെ ഒരു 30 മിനിറ്റ് ആണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ബിൽഡപ്പാണ് പടം ഫസ്റ്റ് ഹാഫിൽ നിന്നും. സെക്കൻഡ് ഹാഫും തുടങ്ങി കുറേ നേരം ഒന്നും സംഭവിക്കുന്നുമില്ല, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഇങ്ങനെ പടം പോകുന്നത്. എങ്കിലും ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഭയങ്കര ഇന്നായിട്ട് തന്നെയായിരുന്നു പടത്തിലിരുന്നത്. എന്ന് വെച്ചാൽ ഇത് എന്തിലേക്കാണ് ഇത് പോകുന്നതെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അങ്ങനെ തന്നെയാണ് ഞാൻ ഇത് കണ്ടിരുന്നത്. എന്നാലും അവസാനത്തെ ഈ 30 മിനിറ്റാണ് പടം ഇങ്ങനെ കിടക്കുന്നത്. അതിലാ ത്രില്ലർ എലമെന്റ്സും ക്ലൈമാക്സും ഒക്കെ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നിയത് ഈ ത്രില്ലർ എലമെന്റ്സ്, അതായത് അതിൽ ഒരു പരിപാടിയുണ്ട്, അത് ഗോൺ ഗേൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഒരാളെ ഒരു ക്രൈമിലേക്ക് കുറ്റവാളിയായിട്ട് ഫ്രെയിം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ഗോൺ ഗേളിൻ്റെ ഒരു സ്ലൈറ്റ്ലി ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ദൃശ്യത്തിലേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ ജോർജ് കുട്ടിയുടെ ഒരു ഇമോഷണൽ സംഭവമായിട്ട് കൂടി കൂട്ടിക്കെട്ടി കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിലിപ്പോൾ ഈ ഇന്റർവെല്ലിൽ തന്നെ ഒരു ക്യാരക്ടർ, അയാളാണ് ക്ലൈമാക്സിലായിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ ചെങ്കണ്ണായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര റെഡ് ആയിട്ടാണ് തന്നെ. അപ്പോൾ അതെനിക്കെന്തോ ഒരു ഓക്വേർഡായിട്ട് തോന്നി ഭയങ്കര. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഇവരുടെ പെർഫോമൻസ് എല്ലാം വെറുതെ സൂപ്പറായിട്ട്, അതായത് ആ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ, ആ കൺസിസ്റ്റൻസിയോടെ തന്നെ അവർ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇനി ലാലേട്ടൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ലാലേട്ടൻ ആ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ ആർക്ക് വെറുതെ സൂപ്പറായിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു ചേഞ്ച് എനിക്ക് ബ്രേക്കിംഗ് ബാഡിലെ വാൾട്ടർ വൈറ്റിനെയൊക്കെ ഓർമ്മ വന്നു. അതായത് തുടങ്ങുമ്പോൾ ആ ഒരു സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരനായിട്ട്, അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഭയങ്കര പ്രായോഗിക ബുദ്ധിയും സിനിമ കൊണ്ടുള്ള അറിവും ഇതൊക്കെ ഉണ്ട്. പക്ഷേ അയാളുടെ കയ്യിൽ അന്ന് പവറില്ല, അയാളന്നൊരു സാധാരണക്കാരനാണ്. പക്ഷെ ഇന്ന് അയാൾ ഒത്തിരി മാറി. ഇന്ന് അയാൾ സാമ്പത്തികമായിട്ട് ഒത്തിരി വളർന്നൊരു സിനിമയുടെ പ്രൊഡ്യൂസറായി, അയാൾ വളരെ റിച്ചായി. ഇന്ന് അയാൾക്ക് പവറും സ്വാധീനവും കൂടി ഉണ്ട്. അത് അയാളുടെ ക്യാരക്ടറിൽ തന്നെ ചേഞ്ചിങ് കാണിക്കുന്നുണ്ട്. അയാളൊരു കൊന്നുകളയും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ഒരു ക്രിമിനൽ മൈൻഡ് അയാളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഇന്ന് ഇതിലയാൾ ഇത്രയും കൂടി ഫിസിക്കലായിട്ടൊക്കെ ഒരു ക്രിമിനലായിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആർക്ക്, ആ ചേഞ്ചൊക്കെ ഇതിൽ വെറുതെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ആ ഒരു പെർഫോമൻസ്, ഇതിൻ്റെ ഒപ്പമുള്ള എല്ലാ ആക്ടേഴ്സും, ഇപ്പോൾ എസ്തർ ആണെങ്കിലും ഫസ്റ്റിൽ നമുക്ക് കാണാം ആ വീട്ടിലെ ഒരു വളരെ റെബല്യസ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇതേപോലെ ക്യാരക്ടേഴ്സ് പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ദൃശ്യം സെക്കൻഡിലേക്ക് വെച്ച് നോക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ജിത്തു ജോസഫിൻ്റെ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് പോലെ, അതായത് കോൺവെർസേഷൻസ് ആണെങ്കിലും ചില സംഭവങ്ങൾ ഭയങ്കര ഒരു സീരിയൽ ലെവലിൽ പോകാറുണ്ടെന്നൊക്കെ ഈ ദൃശ്യം 2 കാണുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്. അല്ലെങ്കിൽ ജിത്തു ജോസഫിന്റെ വേറെ ചില സിനിമകളാണെങ്കിലും, ഇപ്പോൾ ആദ്യമൊക്കെ എടുത്താലും, ഊഴം എന്ന് പറഞ്ഞ സിനിമയൊക്കെ എടുത്താലും,
അതിൽ ഡയലോഗ്സ് ചില കാര്യങ്ങൾ ഇങ്ങനെ സീരിയൽ ലെവൽ പോലെ വെക്കാറുണ്ട്. അപ്പോൾ പക്ഷെ ഇതിൽ അത് ഇത്രയും കൂടി ഒന്ന് മെച്ചപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. ക്രാഫ്റ്റ് വൈസ് ഒക്കെ ആണെങ്കിൽ ഇത്രയും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ദൃശ്യം 1 കാണുമ്പോൾ ആ രാജാക്കാട്, ആ ഗ്രാമം, ആ നാട്ടിൻപുറം, അതൊക്കെ ഇപ്പോൾ കാലഘട്ടത്തിലുണ്ടായ മാറ്റവും ആളുകൾ കോൺവെർസേഷൻസിലൊക്കെ ആണെങ്കിലും ഇപ്പം അന്നത്തെ നാട്ടിൻപുറം അതിൽ നിന്നൊക്കെ അവിടെ വന്ന ചേഞ്ചും ഇതൊക്കെ ഇതിലും വളരെ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് കൊള്ളാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ദൃശ്യം 3 ഫീൽ ചെയ്തത്. ഫസ്റ്റ് പീക്ക് പടമാണ്, സെക്കൻഡും അടിപൊളിയാണ്. അതിനേക്കാളും അത്രയില്ലെങ്കിലും ദൃശ്യം 3 അതൊക്കെ വെച്ച് മീറ്റ് ചെയ്യിക്കാവുന്ന കൊള്ളാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.